നീ നിന്റെ വീടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം. വെറുതെ വെളിയിലേക്ക് ഇറങ്ങി മക്കളെ തർബിയത്ത് നടത്തേണ്ട സമയത്ത് നീ നിന്റെ ആർഭാടത്തിന് വേണ്ടി വെളിയിലിറങ്ങി വെറുതെ കറങ്ങി നടക്കരുത്. നീ നിന്റെ വീടിന്റെ ഉള്ളിൽ ഒതുങ്ങിയിരുന്ന് എപ്പോഴും നിന്നെ സാന്നിധ്യം വേണ്ടത് വീട്ടിലാണ്, നാട്ടിലല്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മൂന്നാമത്തെ ആയത്ത് പെണ്ണെ വക്കർന ഫീ ബുയൂത്തികുന്ന. അതുകൊണ്ട് പെണ്ണെപ്പോഴും വീട്ടിലുണ്ടാവണം. അത്യാവശ്യത്തിന് വെളിയിൽ പോകാവൂ. വീടുമായി ബന്ധപ്പെട്ട ബൈത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അറിഞ്ഞൂടെ വീട്. വക്കർന ഫീ ബുയൂത്തികുന്ന. ഉമ്മക്കാണ്, പെണ്ണിനാണ് ചുമതല. അതുകൊണ്ട് പെണ്ണ് കൂടുതലും ഉണ്ടാവേണ്ടത് എവിടെയാണ്? പെണ്ണെപ്പോഴും കൂടുതൽ ഉണ്ടാവേണ്ട വീഗാലാൻഡിലോ അല്ലെങ്കിൽ സർക്കസ് കാണാനോ അല്ലെങ്കിൽ നാട്ടിൽ പോവാനോ ഇതിനല്ല പെണ്ണുണ്ടാവേണ്ടത്. ഭർത്താവാണ് വെളിയിൽ, പെണ്ണ് വക്കർന ഫീ ബുയൂത്തികുന്ന. വീടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങി ഇരുന്ന് മക്കളെ തർബിയത്ത് ചെയ്തു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്നാലേ നമ്മുടെ മക്കൾ നന്നാവൂ. അല്ലാഹു നമ്മുടെ വീടിനെ ഏറ്റവും നല്ല ഭവനമാക്കി അല്ലാഹു തരുമാറാകട്ടെ. സമയം വളരെ പരിമിതമാണ്, എങ്കിലും ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലേക്ക് പോകാൻ. നമ്മുടെ വീടുകളിൽ അല്ലാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ. വീട്ടിൽ സന്തോഷവും സമാധാനവും വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ഉള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി നോക്കട്ടെ. ഇനി വാളു പറയണമെന്നോ? മാഷാ അല്ലാഹ്, കൈതാത്തി. എന്നാൽ അതിന് കുറെ കാര്യങ്ങൾ ചെയ്യണം. ഞാൻ പറഞ്ഞുതരാം, ഇൻഷാ അല്ലാഹ് നിങ്ങളത് ചെയ്യുമോ? നമ്മുടെ വീട് വേറൊരിടത്തല്ല, മഹലിലല്ല, പള്ളിക്കകത്തല്ല, വേറൊരിടത്തുമല്ല. അവനവന്റെ വീട്ടിൽ സന്തോഷവും സമാധാനം ഉണ്ടാകണമെങ്കിൽ കുറെ കാര്യങ്ങൾ ചെയ്യണം. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നിങ്ങൾ ചെയ്യുമോ? ഉറപ്പാണല്ലോ. ഇപ്പൊ നമ്മുടെ പ്രസംഗത്തിന്റെ ഒരു പാർട്ട് കഴിഞ്ഞു. വാത് പറഞ്ഞ അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണവും കുറച്ച് ഉപകാരമൊക്കെ ഉണ്ടാവണം. വാത് കഴിഞ്ഞ് ഇറങ്ങിപ്പോയ വെറുതെ ഒരു ശബ്ദ കോലാഹലമല്ല, അത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ചൂട് കൂടുതലാണോ കുറവാ? ഒരിക്കൽ നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട്, നമ്മുടെ വീട്ടിലൊന്നും ഒരു ബറക്കത്തില്ല ഉസ്താദെ, ആകെ പ്രശ്നമാണ്, ആകെ പ്രശ്നമാണ്. ഒരു സന്തോഷവും വീട്ടിലില്ല. വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഇടങ്ങേറാണ് എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. വീട് മാത്രമല്ല, വീടിന്റെ റൂം പോലും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ വീടെന്ന് പറയുന്നൊരു വിഷയം പറയാൻ വേണ്ടി ഖുർആൻ പറയുന്നത് അത്ഭുതപ്പെടുത്തിയ വിഷയം എന്താ അറിയോ? വീട് മൊത്തത്തിൽ പറയാന്ന് വിചാരിച്ചാൽ വീട് മാത്രമല്ല, വീടിന്റെ ഓരോ ഭാഗങ്ങളാണ് ഖുർആൻ പറയുന്നത്. ഒരു റൂം, ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് റൂം എന്നാണ്. സൂറത്തുൽ ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ റൂം. സൂറത്തുൽ ഹുജറാത്ത്, ഗുജറാത്ത് അല്ല, സൂറത്തുൽ ഗുജറാത്ത് അല്ല, സൂറത്തുൽ ഹുജറാത്ത്. ഹിജ്ർ എന്ന് പറഞ്ഞാൽ റൂം. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്ത്. ആ ഭിത്തിയുടെ പുറകിൽ നിന്ന് അങ്ങേ വിളിച്ച ആളുകളില്ല നബിയെ. അള്ളാന്റെ റസൂലും ആയിഷ ബീവിയും കിടന്നുറങ്ങിയ റൂം ഖുർആനിലെ ഒരു പരാമർശ വിഷയമായി മാറി. ഒരു സൂറത്തിന് പേര് തന്നെ റൂം എന്നാണ്, വീടെന്നല്ല, റൂം. സൂറത്തുൽ ഹുജറാത്ത്. 10 മടം നീളവും 8 മടം വീതിയും, ആകാശത്ത് മഴ പെയ്താൽ തിമിർത്തു പെയ്യുന്ന മഴത്തുള്ളികൾ, ഗൃഹനാഥന്റെ താടിയിലൂടെ ഒടിഞ്ഞടങ്ങുന്ന ആ കൊച്ചു റൂം ഖുർആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശമായി മാറി. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് ഹിജ്റയ്ക്ക് ശേഷമാണ് അള്ളാന്റെ റസൂൽ മസ്ജിദുൻ നബവിയുടെ ചുറ്റുഭാഗത്ത് വീട് പണിയുന്നത്. ആദ്യം വീടായിട്ട് പണിതില്ല, 9 റൂമുകളായിരുന്നു. അടുത്തടുത്താണ് ഭാര്യമാരുടെ വീട്. ആദ്യം പണിത വീടെന്നില്ല, ഒരു റൂം, അത്രേ ഉള്ളൂ. ബഹുമാനപ്പെട്ട സൗദ റളിയല്ലാഹു തആലയ്ക്ക് വേണ്ടി ഹിജ്റയുടെ 1-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വീട് പണിതു, ഒരു റൂം മാത്രം. അതിനോട് ചേർന്ന് 2-ാമത്തെ വർഷമാണ് ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് വേണ്ടി റൂം പണിയുന്നത്. അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായി കാക്ക കൂടുണ്ടാക്കുന്നത് പോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഭാര്യമാർക്ക് ഓരോ റൂം വെച്ച് കൊടുത്തത്. യഥാർത്ഥത്തിൽ ലോകത്തിലെ ആദ്യത്തെ 1,00,000 വീട് കോളനി മദീനത്തെ പള്ളിയുടെ ചുറ്റുഭാഗത്താണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരുടെ വീടുകൾ.
മസ്ജിദ് നബവി അതിന്റെ ചുറ്റുഭാഗത്ത് 9 റൂമുകൾ. അങ്ങനെയായിരുന്നു വീട്. അല്ലാതെ ഒരാളുടെ വീട് മഞ്ഞപ്പെട്ടിയില്, മറ്റൊരാളുടെ കുതിരപ്പറമ്പില്, വേറൊന്ന് വില്ലുംപടിയില്, പിന്നെ അപ്പുറത്തേക്ക് പെരുമ്പാവൂര്, പിന്നെ 6ാമത്തെ മാർക്കറ്റിന്റെ താഴെ. അങ്ങനെയല്ല, ഒരു കൊച്ചു സ്ഥലത്ത് 9 ഭാര്യമാർക്ക് ഓരോ റൂമുകൾ, 10 മുഴം നീളം, 8 മുഴം വീതി. നമ്മുടെ ഒരു റൂം ശരാശരി 10ക്ക് 10 പണ്ട്. ഇപ്പോ 12ക്ക് 14, 14ക്ക് 16 ഒക്കെയാണ് റൂമിന്റെ വലിയ റൂമുകളാണ്. കാലം മാറിയപ്പോ സൗകര്യങ്ങൾ കൂടി. അതിന്റെ ഉള്ളിലാണ് ആയിഷ ബീവിയുടെ ഡ്രസ് റൂം, അതിന്റെ ഉള്ളിലാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കള, അതിന്റെ ഉള്ളിലാണ് ആയിഷ ബീവിയുടെ കിടപ്പറ. എല്ലാം ഈ കൊച്ചു റൂമിന്റെ ഉള്ളിലാണ്. ചപ്പാത്തി പത്തിരി ചുടാൻ കല്ലുണ്ടായിരുന്നില്ല. കല്ല് അപ്പുറത്ത് പോയി കടം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാണ് ആയിഷ ബീവി ചപ്പാത്തി ചുട്ടിരുന്നത് റളിയല്ലാഹു അൻഹ. പക്ഷേ ആ വീട്ടിലെപ്പോഴും സന്തോഷമായിരുന്നു. ആ വീട്ടിൽ ആ കൊച്ചു വീടിനെ നിങ്ങൾ ഓർത്ത് നോക്കിയും ആ വീട്ടിലെപ്പോഴും സന്തോഷമായിരുന്നു. നമുക്കിന്ന് ഏറ്റവും വലിയ കോൺക്രീറ്റ് സൗധത്തിന്റെ ശീതീകരിച്ച റൂമിൽ കൊതുകിന് പോലും കയറി വരാൻ കഴിയാത്ത നല്ല മെത്തയിൽ നമ്മൾ കിടക്കാണ്. ഭാര്യയും ഭർത്താവും അടുത്ത് കിടക്കുന്നെങ്കിലും മനസ്സ് കിലോമീറ്ററോളം അകലെയാണ്. പരസ്പരം മിണ്ടൂല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ. പക്ഷേ കൊച്ചു വീട്. കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു വാർത്തയുണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ കല്ലറയിൽ കൂലിപ്പണിക്കാരനായ ഭർത്താവ് പനി വന്നു മരിച്ചു. ഭാര്യ ഭർത്താവിന്റെ കല്ലറയുടെ മുമ്പിൽ തൂങ്ങി മരിച്ചു. 4 വയസ്സും 2 വയസ്സുള്ള കുട്ടികൾ അനാഥകളായി. അവരെക്കുറിച്ച് അയൽപക്കക്കാർ പറയുന്ന കൂലിപ്പണിക്കാരാണെങ്കിലും 2 പേരും തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു. പെട്ടെന്ന് ഭർത്താവ് പനി വന്ന് മരിച്ചപ്പോൾ ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. ഭർത്താവിന്റെ കുഴിമാടത്തിന്റെ മുമ്പിൽ ഭാര്യ തൂങ്ങി മരിച്ചു. സ്നേഹം കൂടി അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഈമാൻ നഷ്ടപ്പെട്ടു പോകും. പക്ഷേ അവരെക്കുറിച്ച് അയൽപക്കക്കാർ പറയുന്നത് കൂലിപ്പണിക്കാരാണെങ്കിലും നല്ല സന്തോഷമായിരുന്നു എന്നാണ്. ഉള്ളത് കൊണ്ട് അവർ തൃപ്തിപ്പെട്ട് ജീവിച്ചു. പെരിന്തൽമണ്ണയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഹൈടെക്സ് ടെക്സ്റ്റൈൽസും കറിയുമായിരിക്കും, ബാപ്പൂട്ടി. അദ്ദേഹത്തിന്റെ ഉപ്പ മരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ വലിയ അടുത്ത സുഹൃത്താണ്, ഞാൻ അവിടെ പോയി. അപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഉമ്മ മരിച്ചു. അപ്പൊ അദ്ദേഹം പറയാണ്, അദ്ദേഹം മരിച്ചപ്പോൾ ഭയങ്കര സങ്കടം. ഞാൻ ചോദിച്ചു എന്താ ഇത്ര സങ്കടം? അപ്പൊ എന്നോട് പറഞ്ഞാണ്, ഉമ്മ മരിച്ചത് ഉപ്പാക്ക് താങ്ങാൻ പറ്റൂല. ഞാൻ ചോദിച്ചു എത്ര വയസ്സായി? 82 വയസ്സായി. അദ്ദേഹം പറയാണ്, ഇന്നേ വരെ എൻ്റെ വാപ്പയും ഉമ്മയും തമ്മിൽ പിണങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. 82 വയസ്സായി. വാപ്പയും ഉമ്മയും തമ്മിൽ പിണങ്ങുന്നത് ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇപ്പോഴും ഒരു പുതിയ പെണ്ണും പുതിയാപ്പിളയും പോലെയാണ്. വാപ്പ വരുന്നതും കാത്ത് ഉമ്മ ഇരിക്കും. വന്നാൽ 2 പേരും കൂടെ സിറ്റൗട്ടിൽ പോയി വർത്താനം പറയും. അങ്ങനെ ഇരുന്ന് വയസ്സായാലൊന്നും ഭാര്യയോട് നീ മാറടി ശൈത്താനെ അപ്പുറത്തോട്ടൊന്നും പറയാനല്ല. വയസ്സായാലും ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രേമം വേണം. എന്ത് താടി നരച്ചാൽ പിന്നെ ഭാര്യയോട് അടുക്കാൻ പാടില്ല എന്നുണ്ടോ? ഒരൽപ്പം വയസ്സായേ മനുഷ്യന്മാരെന്ത് വിചാരിക്കും? അല്ല, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ശോഭ അബൂ താലിബിന്റെ മലഞ്ചെരുവിൽ ഇല തിന്നുകൊണ്ട് ഇങ്ങനെ കൈമടക്കി വെച്ചിട്ട് കിടന്നുറങ്ങിയപ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പോയി ആ കൈ നിവർത്തിയിട്ട് അള്ളാന്റെ റസൂലിനോട് ചേർന്ന് കിടന്നു. ആ സമയത്ത് ഖദീജ ബീവിയുടെ പ്രായം 54 വയസ്സാണ്. 54ാമത്തെ വയസ്സിൽ തന്റെ ഭർത്താവിന്റെ കൈത്തണ്ടയിൽ മുഖം ചേർത്ത് വെച്ച് കിടന്ന ഭാര്യയാണ് ബീബി ഖദീജ റളിയല്ലാഹു തആല അൻഹ. ആ വീടുകളിൽ സന്തോഷമുണ്ടായിരുന്നു. നമുക്കിപ്പോഴും മദീനയിൽ പോയാൽ കാണാം, അവിടെ ഒരു പള്ളിയുണ്ട്, മസ്ജിദ് സബക്. ആ പള്ളിയുടെ പേര്, മദീനയിൽ പോയി ഉംറയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ കാണണം, മസ്ജിദ് സബക്. മത്സരം നടന്ന പള്ളി എന്ന് പറഞ്ഞാൽ ആയിഷ ബീവി, അവിടെ മത്സരം നടന്നത് ഏഷ്യാഡ് ഒളിമ്പിക്സ് നടന്നതല്ല. അവിടെ നടന്ന മത്സരം ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഓട്ട മത്സരം നടത്തിയ പള്ളി മസ്ജിദ് സബക് ഇപ്പോഴും മദീനയിലുണ്ട്. ആയിഷ ബീവിയും അള്ളാന്റെ റസൂലും തമ്മിൽ ഓടി. ആ സമയത്ത് ആദ്യത്തെ ഓട്ടത്തിൽ ആയിഷ ബീവി ജയിച്ചു, അള്ളാന്റെ റസൂല് തോറ്റുപോയി. എന്നിട്ട് ആയിഷ ബീവി പറയാ, 5-6 മാസം കഴിഞ്ഞു, എന്റെ ശരീരത്തിൽ കുറച്ച് ഇറച്ചിയൊക്കെ വെച്ചു, എനിക്ക് കുറച്ച് തടി കൂടി. ആയിഷ ബീവി പറയാൻ, ഭാര്യ പറയാൻ, എന്റെ ശരീരത്തിൽ കുറച്ച് ഇറച്ചിയൊക്കെ കൂടി വണ്ണം വെച്ചപ്പോ എന്റെ ഭർത്താവിനോട് പറഞ്ഞു, ആയിഷ നമുക്കൊന്ന് ഓടിയാലോ? നേരത്തെ പോലെയല്ല, ആയിഷ ബീവിക്ക് തടി കൂടി. ആയിഷ നമുക്കിനിയൊന്ന് ഓടിയാലോ? ആ ഓട്ടത്തിൽ
കാരോത്തുകൂടി കുട്ടിക്കുക ഉണ്ടെങ്കിൽ ഒന്നത് ഇദ്ദേഹത്തിന്റെ അടുത്തോട്ട് പോകണം. കാരോത്തുകൂടി കുട്ടിക്കുക. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഇത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് എന്തൊരു ചെറിയൊരു അസ്വസ്ഥത അങ്ങോട്ട് പോയി. പടച്ചോനെ ഇല്ല അങ്ങനെ ആള് ഭാര്യയാക്കിയിട്ട് പോയാ. കാരോത്തുകൂടി കുട്ടിക്ക് ഭാര്യയ്ക്കൊരു ചെറിയ എന്തോ ഒരു അസ്വസ്ഥത, അള്ളാഹു ഷിഫയാക്കി കൊടുക്കട്ടെ. എന്തോ ഈ ചൂടൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയൊരു അസ്വസ്ഥതയാണ്, അള്ളാഹു എല്ലാം ഷിഫയാക്കി കൊടുക്കട്ടെ ഈ സദസ്സിന്റെ പറ. കുട്ടിക്ക് പോയാ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ഭർത്താവ് ആ ഭർത്താവ് ഭാര്യയ്ക്ക് തടി കൂടുന്ന നോക്കിയിരുന്നിട്ട് വിളിക്കാൻ, ആയിഷ ഇനിയും ഓടിയാലോ? ഞങ്ങള് രണ്ടുപേരും ഓടി. എനിക്ക് ഇറച്ചി കൂടി തടി കൂടിയത് കൊണ്ട് എനിക്ക് പഴയതുപോലെ ഓടാൻ കഴിഞ്ഞില്ല, ഞാൻ തോറ്റുപോയി എന്ന് ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ തടി കൂടിയോണ്ട് ഞാൻ ഓടിയപ്പോ കിതച്ചു പോയി, ഞാൻ തോറ്റുപോയി. അവർ രണ്ടുപേരും ഓടിയ സ്ഥലത്ത് നിന്ന് ഒരു പള്ളിയുണ്ട്, മസ്ജിദ് സബക്ക്. നമ്മൾ ഭാര്യയും ഭർത്താവും കൂടെ ഓടാറുണ്ടോ? വല്ലപ്പോഴും ഓടാറുണ്ട്. എവിടെ ഭാര്യ നമ്മളെ ഓടിക്കണ നാട്ടുകാർ കാണാറുണ്ടെന്ന് മാത്രം. കല്യാണം കഴിഞ്ഞാൽ അങ്ങനെയാണ്. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ ഭർത്താവ് ഭയങ്കര വീമ്പളക്ക്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഞാൻ പട്ടാളത്തിലായിരുന്നു, ആ സമയത്ത് ഞാൻ മുന്തിരിവള്ളിയിൽ തൂങ്ങി വെടിവെച്ച ആളാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ പുളുവടിക്കും. ഭാര്യ മിണ്ടാണ്ട് കേട്ട് കിടക്കും. കുറെ കഴിയുമ്പോൾ ഭാര്യ ഇങ്ങോട്ട് പറയാൻ തുടങ്ങും, ഭർത്താവ് മിണ്ടാതെ കേട്ട് കിടക്കും. കുറെ കഴിയുമ്പോൾ രണ്ടുപേരും കൂടെ പറയാൻ തുടങ്ങും, നാട്ടുകാരത് മുഴുവനും കേൾക്കും. യഥാർത്ഥത്തിൽ അവർ ഓടിയ പള്ളിയിൽ മസ്ജിദ് സബക്. ആ വീടുകളിൽ സന്തോഷം കളിയാടിയിരുന്നു. ഇന്ന് നമ്മുടെ വീടുകളിൽ സന്തോഷമില്ല. 14 രാവിലെ ചന്ദ്രൻ ആകാശത്ത് പുഞ്ചിരി പൊടിച്ചു നിൽക്കുമ്പോ എല്ലാ തിരക്കും കഴിഞ്ഞ് ഓടി വന്നിട്ട് എന്റെ മടിയിൽ തലവെച്ച് കിടക്കുമായിരുന്നു എന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബി പറയാ, എന്റെ മടിയിൽ തലവെച്ച് ഇങ്ങനെ കിടക്കും. എന്നിട്ട് എന്നോട് വർത്താനം പറയും. എന്റെ പൊന്ന് ഭർത്താക്കന്മാരെ, ജീവിതത്തിന്റെ എല്ലാ തിരക്കുകളുടെ ഇടയിലും വല്ലപ്പോഴും ഒക്കെ ഒന്ന് പോയി മടിയിലൊന്ന് തലവെച്ച് കിടക്കണം, ആരും അറിയണ്ട, ഒന്നും കുഴപ്പമില്ല. എന്താ ചിരിക്കണേ? നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരു പച്ച പുല്ലിന്റെ തകിടിയൊക്കെ ഉണ്ടാവണം, ഒരു ചെറിയ പൂന്തോട്ടമൊക്കെ ഉണ്ടാവണം. ഇനി അതിന് പൈസ ഇല്ലാത്തവരാണെങ്കിൽ സ്വന്തമായിട്ട് വെറുതെ കുറച്ച് ചെടിയൊക്കെ വെച്ചൊരു സ്ഥലം ഉണ്ടാക്കണം. എന്നിട്ട് മക്കളൊക്കെ കിടന്നുറങ്ങി എല്ലാവരും സമയമൊക്കെ ആയി, ആ സമയത്ത് ഭാര്യയും ഭർത്താവും കൂടി വെളിയിൽ പോയി ആ പുല്ലിന്റെ ഭാഗത്ത് പോയിരുന്നൊരു കുറച്ചേരം വർത്താനം പറയണം. ബെഡ്റൂമിലിരുന്ന് പറയുന്ന വർത്താനം ഒരല്പനേരം അവർ പോയി അവിടെ ഇരുന്ന് രണ്ടുപേരും കൂടെ വർത്താനം പറഞ്ഞു നോക്കി, നമ്മുടെ മനസ്സിന് ഒത്തിരി അകലങ്ങൾ കുറയും. പരസ്പരം ഒന്ന് കുറച്ചവിടെ പോയിരുന്ന് വർത്താനം പറയാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. നിസ്കരിക്കാൻ പറഞ്ഞ എല്ലാവരും റെഡി. ഇത് ആൾക്ക് നാണാണ്. ഭാര്യ എല്ലാവരും ഒക്കെ ഉറങ്ങി വീട്ടിൽ ഭാര്യയും ഭർത്താവും കൂടെ മാറിപ്പോയി അവിടെ ഇരിക്കണം. പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ ഭാര്യയും ഭർത്താവും എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് മുറ്റത്ത് ചുവട്ടിലൊക്കെ പോയിരിക്കുമ്പോൾ ഈ അമ്മായിയമ്മയെന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ തലപൊക്കി നോക്കരുത്. ഞാൻ അവിടെ എന്താടാ പണി, നിങ്ങൾക്കപ്പ അവിടെ റോളില്ല, നിങ്ങൾ മെല്ലെ അത് കാണാത്തതുപോലെ മാറിയേക്കാം. പ്രശ്നം അതാണ്. കണ്ട 10-25 വർഷം ഞാൻ മടിയിൽ വെച്ചിട്ട് പാക്ക് മാതിരി വളർത്തിയ എൻ്റെ പൊന്നു മോനാണ്. അവള് ചെവിയിൽ ഊതി ഊതി ഇപ്പൊ അവൻ എന്നെ കാണാതെ മുറ്റത്തിരുന്ന് അവളോട് വർത്താനം പറയാറായി. നിങ്ങൾക്ക് അവിടെ റോളില്ല, നിങ്ങൾ മെല്ലെ മാറിക്കൊടുക്കണം. ആ വീടുകളിൽ ദാരിദ്ര്യമായിരുന്നു. നിങ്ങൾക്കറിയാം വീടിന്റെ അവസ്ഥ. ഇന്ന് എന്ത് പറ്റിപ്പോയി സഹോദരങ്ങളെ? നമുക്ക് കടിക്കാൻ നന്നായിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും കടിക്കാൻ ആവോളമുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമ്മുടെ സന്തോഷങ്ങളെ നിലനിർത്തി തരുമാറാകട്ടെ. എന്ത് തിരക്കുണ്ടെങ്കിലും ഭാര്യയുടെ കൂടെ എന്താ അവിടെ ആമ്പിളി പേരുണ്ടോ? ഞാനില്ല, പിന്നെ ഒന്നും പറ്റൂല്ലോ കുട്ടിയെ, കുഴപ്പമൊന്നുമില്ല. ഇനി ഭർത്താവിന് ഭയങ്കര തിരക്കാണ്, അയാൾ വീട്ടിൽ ഒരു ദിവസം ഉണ്ട്. എന്നാൽ ഈ നല്ല ഭാര്യയാണ് എന്ത് ചെയ്യണമെന്നറിയോ? ഭർത്താവ് പറയും, നമുക്ക് ഇന്ന് വെളിയിൽ കുറച്ചേരേക്ക്, അത് വേണ്ട, നിങ്ങൾ ഇന്നൊരു ദിവസം വീട്ടിൽ വന്നാലേ നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്, നിങ്ങൾ നേരത്തെ കിടന്ന് ഉറങ്ങിക്കോളി എന്ന് പറഞ്ഞിട്ട് ആ ഭർത്താവിൻ്റെ അടുത്ത് തിരിച്ചൊരു ഭാര്യ പറയുമ്പോൾ ആ ഭർത്താവ് ഓർക്കും, പടച്ചോനെ എന്തോ ഒരു സ്നേഹമാണ് അവർക്ക് എന്നോട് എന്നാ ഭർത്താവിനും തോന്നും. അപ്പൊ ഭാര്യമാരെന്ത് ചെയ്യണം? അവിടെ വന്ന് ഇരുന്നേ മതിയാവൂന്ന് വാശി പിടിക്കരുത്. നിങ്ങൾക്ക് വയ്യല്ലോ, നിങ്ങൾ ഇത്രയും വലിയ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്നതല്ലേ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം?
ഇന്നൊരു ദിവസം വീട്ടിൽ വരുമ്പോൾ നമുക്ക് അവിടെ വന്നിരുന്ന സമയങ്ങൾ നിങ്ങൾ നേരത്തെ കിടന്ന് ഉറങ്ങിക്കോളി, നിങ്ങൾ എന്നും രാത്രി വാതൊക്കെ പറഞ്ഞ് രാത്രി ഉറക്കമില്ലാത്ത ആളല്ലേ എന്ന് ഭാര്യ പറയുമ്പോൾ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷമായി. ഞാൻ ഇത് പറയാൻ കാരണം എൻ്റെ ഭാര്യ വാത് കേൾക്കണോണ്ടാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ്. എന്നാൽ ആ വീടുകളിലെ അവസ്ഥയേരാ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 മടം നീളമുള്ള 8 മടം വീതിയുള്ള ആകാശത്ത് മഴ പെയ്താൽ തിമിർത്തുലിയുന്ന ചെറ്റപ്പുരക്കുള്ളിൽ സ്നേഹത്തിന്റെ ജാലകൾ തീർത്ത അല്ലാഹുവിന്റെ റസൂലും ഭാര്യമാരുടെ ഈ ജീവിതത്തിന്റെ അവസ്ഥയേതാ. ഒരു ദിവസം ഹബീബായ നബി തങ്ങൾ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ സഫിയ റളിയല്ലാഹു തആല അൻഹ ഒരു നേരത്തെ ഭക്ഷണത്തിന് വീട്ടിലില്ലാതെ വന്നപ്പോ അറബി പെണ്ണുങ്ങളുടെ കുപ്പായം തുന്നി കൊടുക്കുകയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വക കണ്ടെത്താൻ മഹതിയായ സഫിയ റളിയല്ലാഹു തആല വീടിന്റെ മുറ്റത്ത് നിന്നിട്ട് അറബി പെണ്ണുങ്ങളുടെ കുപ്പായം തുന്നി കൊടുക്കുകയാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് കടന്നു വരുമ്പോ പ്രിയപ്പെട്ട ഭാര്യ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അറബി പെണ്ണുങ്ങളുടെ കുപ്പായം തുന്നുന്നത് കാണവേ ഹബീബായ നബി തങ്ങളുടെ നെഞ്ചു പൊട്ടിപ്പോയി. സഫിയ റളിയല്ലാഹു അൻഹയോട് വിളിച്ചു, സഫിയ എന്താണ് നബിയേ? ഓ സഫിയ, ഈ കാണുന്ന ഉഹദ് പർവ്വതം നീ കണ്ടോ സഫിയ? കണ്ടു നബിയേ. ആ കാണുന്ന ഉഹദ് പർവ്വതം ഈ സ്വർണ്ണമലയാക്കി തരാമെന്ന് അള്ളാന്റെ മലക്കുകൾ എന്നോട് പറഞ്ഞതാണ് സഫിയ. ഞാൻ അള്ളാനോട് പറഞ്ഞു എനിക്കത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. സഫിയ, വേണമെങ്കിൽ ഉഹദ് പർവ്വതം അള്ളാഹു നമുക്ക് സ്വർണ്ണമായി തരുമായിരുന്നു. ഈ ദാരിദ്ര്യത്തെ ഞാൻ തെരഞ്ഞെടുത്തതാണ് പൊന്നുമോളെ എന്ന് സഫിയ റളിയല്ലാഹു അൻഹയോട് മനസ്സിൽ തറക്കുന്ന വാക്ക് പറയവേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഫിയ റളിയല്ലാഹു തആല പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അല്ലാഹു നൽകിയ ഇതിൽ ഞാൻ പൂർണ്ണ സംതൃപ്തവതിയാണെന്ന് മഹാനായ മഹദിയായ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് പ്രതികരിച്ച ഭാര്യ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു തആലയെ പോലെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പട്ടിണിയുടെ കാര്യം പറയുമ്പോ എനിക്ക് പ്രശ്നമില്ല മുത്തേ, എനിക്ക് നാളെ സ്വർഗത്തിൽ അങ്ങയുടെ ഭാര്യയായാൽ മതി എന്ന് പറഞ്ഞിട്ട് പട്ടിണി വന്നപ്പോ തന്റെ പട്ടിണി മറ്റൊരാളോട് പറയാതെ പരിഭവം പറയാതെ വീടിന്റെ ഉള്ളിലെ ഈത്തപ്പന മരത്തിന്റെ ഓലയോട് ചേർന്നിരുന്ന ഭാര്യ യഥാർത്ഥത്തിൽ ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗ്യവതി ആയിഷ റളിയല്ലാഹു തആലയാണ്. കാരണം ആയിഷ ബിബിയുടെ വീടേത് വീടെന്നറിയോ? മാബൈന ബൈതി വ മിംബരി റൗളത്തും മിന റിയാദിൽ ജന്ന. എന്റെ വീടിന്റെയും എന്റെ ഖബറിന്റെയും ഇടയിലുള്ള സ്ഥലം ഭൂമിയിലെ സ്വർഗമാണെന്ന് പറഞ്ഞത് ആരുടെ വീടാണ്? പൊന്നുമോളെ ബൈത്തു ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടാണത്. ആ വീടൊരു അടയാളമായി മാറി. ഈ ഭൂമിയിൽ സ്വർഗത്തിന്റെ പരിമളമുള്ള 10,000 ആളുകളെ 2 റക്അത്ത് നിസ്കരിക്കാൻ കൊതിക്കുന്ന മദീനത്തെ പള്ളിയുടെ മിമ്പറിന്റെ ചുവട്ടിലുള്ള സ്ഥലത്തിന്റെ അതിർത്തി ആരുടെ വീടാ? ആയിഷ ബീവിയുടെ വീടാണത്. ആയിഷ ബീവിയുടെ വീടിന്റെയും ഖബറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിന്റെ പൂന്തോപ്പായി മാറുന്ന രീതി കഴിയോപങ്ങള്. നമ്മുടെ വീടിന് 2 നില വീടാണ്, അത്യന്താധുനിക സൗകര്യങ്ങളുണ്ട്. പക്ഷേ സ്വർഗത്തിന്റെ ഒരു ശീതളിമയുണ്ടാവാ. ആ വീടിന്റെ അവസ്ഥ എന്തെന്ന് നിങ്ങൾക്കറിയോ? ഏത് വീടാണത്? ആദ്യമായി അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം മസ്ജിദ് നബവി വിശാലമാക്കാൻ തീരുമാനിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മദീനത്തെ പള്ളിയുടെ ചുറ്റുമാണ് പ്രവാചകന്റെ വീടുള്ളത്. ഖലീഫ അബ്ദുൽ മർവാൻ ബിൻ മലിക്കിന്റെ കാലഘട്ടത്തിൽ, മാലിക് അബ്ദുൽ മർവാന്റെ കാലഘട്ടത്തിൽ മദീനത്തെ പള്ളി വികസിപ്പിക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള അല്ലാഹുവിന്റെ റസൂലും ഭാര്യമാരെ കിടന്നുറങ്ങിയ വീട് പൊളിക്കാൻ തീരുമാനിച്ചു. മഹാനായ
താബിയായ ഒരു മഹാനായ മനുഷ്യൻ പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ആ സമയത്താണ് ഞാൻ മദീനക്കാരും മുഴുവനും വാവിട്ട് നിലവിളിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂല് കിടന്നുറങ്ങിയ വീട് പൊളിക്കാനോ മഹാനായ സഹാബത്ത് മുഴുവനും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കവേ ആ സഹാബികൾ പറഞ്ഞു, യാ വൈലത്താ, അല്ലാഹുവിന്റെ റസൂല് കിടന്നുറങ്ങിയ വീട് പൊളിക്കുകയോ? പള്ളി വലുതാക്കാൻ വേണ്ടി വീടുകൾ പൊളിച്ചപ്പോ മഹാനായ സഹാബിമാരെ രേഖപ്പെടുത്തുകയാണ്, ആ വീടുകളെങ്ങാനും പൊളിക്കാതിരുന്നുവെങ്കിൽ ഇന്നും മദീനയിലേക്ക് നമ്മൾ പോകുമ്പോ മസ്ജിദ് നബവിയുടെ ചുറ്റുഭാഗത്ത് ഈത്തപ്പന മരത്തിന്റെ ഓല ചാരി വെച്ച 10 മടം നീളമുള്ള 8 മടം വീതിയുള്ള ഈത്തപ്പന മരത്തിന്റെ ഓലത്തറയിൽ വിരിച്ചിരുന്ന ആ കുടിലുകളിൽ നിന്നും മുസ്ലിമീങ്ങൾക്ക് കാണാമായിരുന്നു. ആ വീടുകൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു തിരുത്തലായി മാറുമായിരുന്നു. പക്ഷേ ആ പള്ളി മുഴുവനും ആ വീട് പൊളിച്ചു കളഞ്ഞല്ലോ. മദീന മുഴുവനും വാവിട്ട് നിലവിളിച്ചത് എല്ലാ പട്ടിണിയും പ്രതിസന്ധിയും പ്രതിബന്ധങ്ങളും തരണം ചെയ്ത സഹാബത്തിന്റെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരുടെ വീടുകൾ പൊളിക്കപ്പെട്ടപ്പോഴാ എന്റെ പ്രിയപ്പെട്ട എന്റെ പ്രസംഗങ്ങൾ കാണെത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമയമേറെ പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്, നമ്മുടെ വീട്ടിൽ അള്ളാഹുവിന്റെ സമാധാനം വേണമോ? നമ്മുടെ വീട്ടിൽ അള്ളാഹുവിന്റെ സന്തോഷമുണ്ടാവണോ? എന്നാൽ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഏതെന്നറിയോ? അള്ളാഹു നമ്മുടെ വീടുകളെ കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ വീടുകളെ അള്ളാഹു നല്ല വീടുകളാക്കി നൽകുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനവരുടെ ഹദീസുകളെ മുഴുവനും വിശകലനം ചെയ്തുകൊണ്ട് മഹാന്മാര് നമ്മളോട് പറയുന്നുണ്ട്. അതിലാദ്യമുണ്ടാകേണ്ടത്, ഒരിക്കൽ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, മഹാനായ അമീറുൽ മുഅ്മിനീൻ, എന്റെ വീട്ടിൽ വല്ലാതെ മനപ്രയാസമാണ്. ഏത് കച്ചവടം ചെയ്താലും ഞാൻ രക്ഷപ്പെടുന്നില്ല. എന്റെ മനസ്സിൽ എന്റെ വീട്ടിൽ താമസിക്കുന്നവർക്ക് എപ്പോഴും മനസ്സമാധാനമില്ല എന്ന് മഹാനവറുകളോട് പാവരാതി പറഞ്ഞപ്പോ മഹാനവറുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, പത്രേ നീ പൊട്ടിയ പേന കൊണ്ട് എഴുതാറുണ്ടോ? ശ്രദ്ധിച്ച് കേൾക്കണം, നീ പൊട്ടിപ്പോയ പേന കൊണ്ട് എഴുതാറുണ്ടോ? ഇതൊക്കെ ചെയ്താൽ വീട്ടിൽ ചിലപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇല്ല, ഞാൻ എഴുതാറില്ല. എന്നാൽ നീ വാതിൽപ്പടിയിൽ ചാരിയിരിക്കാറുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഇരിക്കാറില്ല. മഹാനവറുകൾ വീണ്ടും ചോദിച്ചു, നീ സുബഹിക്ക് ശേഷം കിടന്ന് ഉറങ്ങാറുണ്ടോ? ഇല്ല, ഞാൻ അവിടെ ഉറങ്ങാറില്ല. അവസാനം ഓരോ കാര്യങ്ങളും ചോദിച്ചു കൊണ്ടിരിക്കവേ അയാൾ ഇല്ല ഇല്ല എന്ന് മറുപടി പറയുമ്പോ അവസാനം അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടോ? അയാൾ പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ എല്ലാ ദിവസവും എന്റെ വീട്ടിൽ എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാറില്ല. അതാണ് നിന്റെ വീട്ടിലുള്ളവർക്ക് മനപ്രയാസം ഉണ്ടാകാനുള്ള കാരണമെന്ത്? നിന്റെ മാതാപിതാക്കൾ വീടിന്റെ ഉള്ളിൽ ബുദ്ധിമുട്ടരുത്, അവർക്ക് മാനസിക പ്രയാസം വരുത്തരുത്, അവർക്ക് മാനസിക ക്ലേശം വരുത്തരുത്. അതുകൊണ്ട് ആദ്യമായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ മാതാപിതാക്കളുടെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കുക. നമ്മുടെ വീടിന്റെ തൂണ് നമ്മുടെ ഭാര്യ ആയതുപോലെ നമ്മുടെ വീടിന്റെ വെളിച്ചം നമ്മുടെ മാതാപിതാക്കളാണ്. അവരെ നിങ്ങൾ മനസ്സ് ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കരുത്. 2, പെട്ടെന്ന് ഞാൻ പറയാൻ, നമ്മുടെ വീട്ടിൽ സന്തോഷവും സമാധാനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, ഫർളായ നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം. രണ്ടാമത് ഫർളുകളായ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തണം. നമസ്കാരം നിർവഹിക്കപ്പെടണം. ഫർളായ നമസ്കാരങ്ങൾ, ഫർളായ നോമ്പുകൾ, ഫർളായ സക്കാത്തുകൾ. നിസ്കാരം മാത്രമല്ല, സക്കാത്ത് കൃത്യമായി കൊടുക്കണം, ഫർളാണ്.
റമളാനിലെ നോമ്പ് കൃത്യമായിട്ട് അനുഷ്ഠിക്കണം, ഫർളുകളാണ്. നമ്മുടെ വീടുകളിലെ നന്മകൾ ഉണ്ടാവണോ? അല്ലാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളെ സൂക്ഷിക്കുക. 2 പ്രധാനപ്പെട്ട കാര്യം 2, ഒരു 3-4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു നമ്മുടെ വീടിനെ ഏറ്റവും ബറക്കത്തുള്ള ഭവനമാക്കി തരുമാറാകട്ടെ. ആമീൻ പറയും. സമയമായോ? പറഞ്ഞല്ലേ ആയില്ലേ? അതൊന്നും തുറച്ചില്ല. പടച്ചോനെ, ഇത് ആരേലും പിള്ളേന് മുമ്പിൽ കൊണ്ട് വെക്കുമോ? ഇത് ഞാൻ അത് ഓർക്കില്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ 2ാമത്തെ കാര്യം പറഞ്ഞത് എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കുക. 2ാമത്തെ, നമ്മുടെ വീടുകളിൽ ഐശ്വര്യം നഷ്ടപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ വീട്ടുകാരുടെ മുഴുവൻ പരിശ്രമങ്ങളും മുഴുവൻ പ്രയത്നങ്ങളും ദുനിയാവിന് വേണ്ടി മാത്രമാണ്. ആ വീട്ടിലുള്ള ഒരാളും ആഖിറത്തിന് വേണ്ടി പരിശ്രമിക്കാറില്ല. ആഖിറത്തിന്റെ കാര്യം വരുമ്പോ ഏത് സമയത്തും ഭാര്യയുടെയും ഭർത്താവിന്റെയും ചിന്ത അവിടെ സ്ഥലം വാങ്ങിക്കണം, ഇവിടെ സ്ഥലം വാങ്ങിക്കണം, അവിടെ വരുമാനം ഉണ്ടാക്കണം, ഇവിടെ വരുമാനം ഉണ്ടാക്കണം. അവര് നാട്ടിലെ പള്ളിക്ക് വേണ്ടി കൊടുക്കാറില്ല, അനാഥകളെ സഹായിക്കാറില്ല, അവരുടെ അയൽപക്കത്തുള്ള യതീമീങ്ങൾക്ക് വേണ്ടി ഒന്നും കൊടുക്കാറില്ല. ഏത് സമയത്തും അവരുടെ ചിന്ത ഈ നശ്വരമായ ദുനിയാവിന് വേണ്ടി നടക്കുന്നവരാണവർ. ആഖിറത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ വീട്ടിലെ ബറക്കത്തുണ്ടാവൂ. ഇതൊന്നും കബീർ ബാക്കവി പൈസ പിരിക്കാൻ പറയുന്നതല്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മായായ സക്കരിയ നബിയുടെ വീട്ടിലെ ബറക്കത്തുണ്ടാവാനുള്ള കാരണം ഏതെന്ന് ചോദിച്ചപ്പോ ഖുർആൻ പറഞ്ഞ കാരണം ഏതെന്നറിയോ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദ്ഊനനാ റഗബൻ വറഹബാ. ഇന്നഹും സക്കരിയ നബിയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയും യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഏത് നന്മയുണ്ടെങ്കിലും അവരാ നന്മയിലേക്ക് ഓടിച്ചെല്ലുന്നവരാ. അവര് താമസിക്കുന്ന മഹലിലെ പള്ളിയിൽ ഒരു ആവശ്യം വന്ന് ഖതീബ് പ്രഖ്യാപിച്ചു. അവര് 2 പേരും അവരെ കൊണ്ട് കഴിയുന്ന സഹായം അതിനു വേണ്ടി ചെയ്തു. അവിടെ ഒരു വാള് നടക്കുന്ന, അതിനുവേണ്ടി അവര് മത്സരിക്കാൻ തുടങ്ങി. ഇങ്ങനെ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ആഖിറത്തിന് വേണ്ടി ഭാര്യ ഭർത്താക്കന്മാര് യോജിച്ചു നിന്നാൽ ആ വീട്ടിൽ അള്ളാഹുവിന്റെ സക്കീനത്തും റഹ്മത്തും ഉണ്ടാകുമെന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും ദുനിയാവിനെ കുറിച്ച് മാത്രം ചിന്തിക്കരുത്. മഹല്ലുകളിലൊക്കെ ചില വീടുണ്ട്, ചില നാടുകളിൽ ചില വീടുണ്ട്, 5 പൈസ പള്ളിക്കും കൊടുക്കൂല, ആർക്കും കൊടുക്കൂല. അവനവൻ തന്നെ തിന്നുക, അനുഭവിക്കുക. അവനെ കൊണ്ട് അവന് ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാവില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് സമയത്തും ആഖിറത്തിന് വേണ്ടി കൊടുക്കാനുള്ള മനസ്സ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഈ വീടൊന്നും വലിയ വീടല്ല. 2, 3 എപ്പോഴും നമ്മുടെ വീടുകളിൽ ഖുർആനും ദിക്റും ഉണ്ടാവുക. 3 ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാൻ. മഹാന്മാര് പറയുന്ന ആ കാര്യങ്ങൾ 3 കാര്യങ്ങൾ. അതിൽ 3ാമത്തേത് എപ്പോഴും ദിക്റുകൾ ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ കൃത്യമായി ദിക്റ് ചൊല്ലി നമ്മുടെ വീട്ടിലെ പ്രയാസങ്ങൾ മാറും. ഉസ്താദെ ദിക്റ് ചൊല്ലിയാൽ മാറും. മഹാനായ ഔഫ് ബിൻ മാലിക് അൽ-അശ്ജഈ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. നബിയെ, എന്റെ മകനായ മാലിക് ബിൻ അൽ-അശ്ജഈ എന്റെ ഏക മകനാണ്. അവൻ കച്ചവടം ചെയ്യാൻ വേണ്ടി പോയാലാണ് ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാവൂ. എന്റെ മകനെ കച്ചവടത്തിന് പോയ വഴിയിൽ ശത്രുക്കൾ പിടിച്ച് തടങ്കലിലാക്കി പൂട്ടി. നബിയെ, എന്റെ മകനില്ലാതെ എന്റെ വീട് പട്ടിണിയിലാണ്. മകനെ കാണാതെ ഉമ്മ കണ്ണീരിലുമാണ്. നബി, എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞു തരീൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്ത പോംവഴി ഏതാ? ഇപ്പൊ നമ്മുടെ മോൻ ജയിലിലായി. നമ്മൾ ആദ്യം കാണുന്ന വിദേശകാര്യ സഹമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കുക, നാട്ടിലെ ആളുകളെ കിടപിടിപ്പിക്കുക. അതുകൊണ്ട് മാത്രമല്ല, അതൊക്കെ ചെയ്യണം. അതിന്റെ കൂടെ ആദ്യം എന്റെ മോൻ തടവിലായി നബിയെ, ജയിലിലായി പോയി, എന്ത് ചെയ്യണം?
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഔഫ് ബിൻ മാലിക് അൽ-അശ്അരി റളിയല്ലാഹു അൻഹുവിനോട്, ഔഫേ, നിന്റെ മകനെ തടവിലാക്കപ്പെട്ടെങ്കിൽ നീ പാതിരാത്രി നിന്റെ ഭാര്യയെയും നിന്റെ ബാക്കിയുള്ള പെൺമക്കളെയും ചാരത്തിരുത്തിയിട്ട് രാത്രി സമയത്ത് നിന്റെ വീട്ടിലിരുന്ന് നീ ദിക്റ് ചെയ്യുക. ഏത് ദിക്റാന്നറിയോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആധുനിക ലോകത്ത് പുരോഗമനത്തിന്റെ തള്ളിച്ചിഴ നടുവിലെ ആത്മീയതയുടെ പാഠങ്ങൾ മറന്നുപോയ അഭിനവകാല സമൂഹത്തിനോട് അല്ലാഹുവിന്റെ റസൂലിന് മദീന പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ പകർന്നു തരികയാണ്. ബഹുമാനപ്പെട്ട ഔഫ് ബിൻ മാലിക് അൽ-അശ്അരി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയി പാതിരാ സമയത്ത് തന്റെ വീട്ടിലെ തന്റെ ഭാര്യയെയും തന്റെ മക്കളെയും വട്ടത്തിലിരുത്തി കൂട്ടിയിരുത്തിയിട്ട് അവര് പാതിരാത്രിയിൽ നിന്ന് ദിക്ർ ചെയ്യുകയാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാ കഴിവും നിനക്ക് മാത്രമാണ് സഹോദരങ്ങളെ. കാലം സാക്ഷി, ചരിത്രം സാക്ഷി. തന്നെ മകൻ തടവിലായപ്പോ വീട് പട്ടിണിയായിട്ട് ഉമ്മയുടെ കരച്ചില് കാണാൻ കഴിയാതെ, ഭാര്യയുടെ കരച്ചില് കാണാൻ കഴിയാതെ ഗൃഹനാഥനായ ഔഫ് റളിയല്ലാഹു തആല അൻഹു മാലിക് അൽ-അശ്അരി റളിയല്ലാഹു അൻഹു രാത്രിയിൽ നിന്ന് ദിക്ർ ചെയ്തപ്പോ കിലോമീറ്ററുകൾ അകലെ തടങ്കൽ പാളയത്തിന് ചങ്ങലക്കെട്ടിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് മഹാനായ ഔഫ് ബിൻ മാലിക് അൽ-അശ്അരി. കിലോമീറ്ററുകൾ അപ്പുറത്ത് വീടിന്റെ ഉള്ളിൽ നിന്നിട്ട് തന്റെ ഉമ്മയും വാപ്പയും സഹോദരിമാരും കൂടി ദിക്ർ ചൊല്ലുന്നു. ഇത് സഹിഹായ സംഭവമാണ്. ആ രാത്രിയിൽ തടങ്കലിൽ കിടന്ന മഹാനായ ഔഫ് ബിൻ മാലിക് അൽ-അശ്അരിയെ ബന്ധിച്ചിരുന്ന ചങ്ങല താനെ പൊട്ടിത്തെറിച്ചു. താനെ ചങ്ങലകൾ അഴിഞ്ഞ് താഴേക്ക് വീണു. ഔഫ് ബിൻ മാലിക് അൽ-അശ്അരി സ്വതന്ത്രനായി. നോക്കുമ്പോ യുദ്ധമായാരായ എതിരാളികൾ പാതിരാത്രിയിൽ കിടന്നുറങ്ങുകയാണ്. അവരുടെ 20 ഒട്ടക കൂട്ടങ്ങളെ ടെന്റിന്റെ മുകളിൽ കെട്ടിയിട്ടുണ്ട്. രാത്രിയിലെ ദിക്റിന്റെ പവർ കൊണ്ട് ചങ്ങലക്കെട്ട് താനെ അടിഞ്ഞ ഔഫ് ബിൻ മാലിക് അൽ-അശ്അരി റളിയല്ലാഹു അൻഹു എതിരാളികളുടെ 20 ഒട്ടകത്തെയും പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് യാത്രയായി. ആ കാലഘട്ടത്തിലെ നിയമം അനുസരിച്ചിട്ട് എതിരാളികളുടെ ഗനീമത്ത് സ്വത്ത് അവർക്ക് അവകാശപ്പെട്ടതാ. രാവിലെ ആകുമ്പോ ഔഫ് ബിൻ മാലിക് അൽ-അശ്അരി റളിയല്ലാഹു അൻഹു വീട്ടിലെത്തി. ഉപ്പയും ഉമ്മയും ദിക്ർ അവസാനിപ്പിച്ചുകൊണ്ട് നോക്കുമ്പോ, വാതില് തുറന്നു നോക്കുമ്പോ പ്രഭാതത്തിലെ തടവിലാക്കപ്പെട്ട മോൻ മുറ്റത്ത് നിൽക്കുന്നുണ്ട്. ദാരിദ്ര്യത്തിന് പരിഹാരമായി ഏറ്റവും വില കൂടിയ 20 ഒട്ടക കുട്ടികളും മുറ്റത്ത് നിൽക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഏത് പ്രയാസവും ഏത് പ്രതിസന്ധിയും വന്നാല് പാതിരാത്രി നിന്റെ വീടിന്റെ അകത്തളത്തിലിരുന്നിട്ട് പടച്ചറപ്പിന്റെ ദിക്ർ ചെയ്താൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതിനേക്കാൾ വലിയൊരു മരുന്ന് വേറെയില്ല, ഇതിനേക്കാൾ വലിയൊരു അഭയം വേറെയില്ല. അതുകൊണ്ട് നമ്മുടെ വീടിന്റെ ചുവരുകൾക്കുള്ളിൽ അല്ലാഹുവിന്റെ ദിക്റുകൾ മുടങ്ങണം. ഏത് സമയത്തും പടച്ചറപ്പിനോടുള്ള സ്മരണയുണ്ടാവണം. പിശാച് നമ്മുടെ വീട്ടിൽ കയറില്ല. ആ വീടുകളിൽ ദിക്ർ ഉണ്ടായാൽ പിശാച് വീട്ടിൽ കയറുകയില്ല. ഒരിക്കലും നമ്മുടെ പിശാച് നമ്മുടെ മക്കളെ വഴിതെഴപ്പിക്കില്ല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന സഹിഹായ ഹദീസിലെ കാണാം അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഇത് ഞാൻ പറയുന്നത് കുടുംബനാഥന്മാരോടാണ്. ഇദാ ദഖല റജുലുന ബൈതഹു, ഏതെങ്കിലും ഒരു പുരുഷൻ വൈകുന്നേരം വന്ന് തന്റെ വീട്ടിൽ കയറി വദക്കറ സ്മല്ലാഹ്, കയറിയ ഉടനെ അല്ലാഹുവിന്റെ ദിക്ർ പറഞ്ഞു. അവൻ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സന്ധ്യക്ക് വന്ന് വീട്ടിൽ കയറിയപ്പോ പടച്ചറപ്പിന്റെ പേരിൽ ദിക്ർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് പറഞ്ഞു, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. എന്നിട്ട് അയാൾ പോയി വസ്ത്രമടിച്ചു മാറ്റിയിട്ട് ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണം കഴിക്കുന്ന നേരത്തും അവൻ ദിക്ർ പറഞ്ഞു. വീട്ടിലോട്ട് വന്ന് കയറുമ്പോഴും ദിക്ർ പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ നേരത്തും ദിക്ർ പറഞ്ഞാൽ ആ വീട്ടിലിരിക്കുന്ന പിശാചിന്റെ നേതാവ് ആ വീട്ടിലെപ്പോഴും കടന്നുകൂടിയ പിശാചുക്കളോട് പറയും, ആ മനുഷ്യൻ ഇവിടെ കയറിയപ്പോ അവൻ ദിക്ർ പറഞ്ഞു, ലാ മബീത ലക്കും വലാ അശാ, ലാ മബീത ലക്കും വലാ അശാ.
ഇന്ന് നമുക്കിവിടെ കിടന്നിറങ്ങാൻ അനുമാനമില്ല. ഇന്നിവിടുത്തെ ഭക്ഷണം കഴിക്കാൻ നമുക്ക് അനുമാനമില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കൊള്ളുക. ചെറുപ്പക്കാരാ, ഞാനൊന്ന് ചോദിക്കട്ടെ, ആ സമയത്ത് പിശാച് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോകും. രാത്രി നമ്മുടെ പെൺമക്കൾ ഒളിച്ചോടില്ല, അവരെ പിശാച് വഴിപഠിപ്പിക്കില്ല. ഒരാൾ കയറിയ സമയത്ത് ദിക്ർ പറഞ്ഞില്ല, പക്ഷേ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ദിക്ർ പറഞ്ഞാൽ പിശാച് വിളിച്ചു പറയും മബീത്തലക്കും, ഇന്ന് നമുക്ക് രാത്രി ഇവിടെ താമസിക്കാം. പക്ഷേ വലാശാ, ഇന്നിവിടുത്തെ നമ്മുടെ രാത്രിയുടെ ഭക്ഷണം നമുക്കില്ല. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ദിക്ർ പറഞ്ഞില്ലെങ്കിൽ പിശാചുക്കൾ ഭക്ഷണത്തിൽ പങ്കുചേരും. ഒരാൾ ഭാഗത്തോട്ട് കയറിയപ്പോ ദിക്ർ പറഞ്ഞു, പക്ഷേ ദിക്ർ പറഞ്ഞു, പക്ഷേ ഭക്ഷണം കഴിക്കുന്ന സമയത്തെ ദിക്ർ പറഞ്ഞുള്ളൂ, കയറിയപ്പോ പറഞ്ഞില്ല. എന്നാ പറയും, ഇന്ന് നമുക്ക് ഇവിടുത്തെ ഭക്ഷണമുണ്ട്, രാത്രിയിൽ താമസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഓരോ വീട്ടിലും ഏത് സമയത്തും പടച്ചിറപ്പിന്റെ ദിക്ർ ഉണ്ടാവണം. അതുകൊണ്ടാണ് പഴയകാലത്ത് നമ്മുടെ ഉമ്മമാര് ഏത് സമയത്തും നമ്മുടെ വീട്ടിൽ ദിക്ർ ഉണ്ടായിരുന്നു. വീട്ടിലൊരു പ്രസവം നടന്നാൽ 2 വർഷക്കാലത്തോളം താരാട്ട് പാടുമ്പോഴും ദിക്റുണ്ട്, കുട്ടിയെ താരാട്ട് പാടി ഉറക്കുമ്പോഴും ദിക്റുണ്ട്. നമ്മുടെ വീടുകളുടെ അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കു പെങ്ങളെ. വീട്ടിലൊരു പ്രസവം നടന്നാൽ പിന്നെ 2 വർഷക്കാലത്തോളം അവിടുത്തെ താരാട്ട് പോലും ദിക്റല്ലയോ. അലാ ഇലാഹ ഇല്ലല്ലാഹു അലാ ഇലാഹ ഇല്ലല്ലാഹ് അലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂൽ. ശൈശവ കാലഘട്ടത്തിൽ പാലൂറുന്ന സമയത്ത് തൊട്ടിലിൽ കിടക്കുമ്പോ നമ്മുടെ ചെവിയിലാദ്യം കേട്ട വാക്കേതാ? അലാ ഇലാഹ ഇല്ലല്ലാഹ്. തൊട്ടിലിൽ കിടന്ന് വളരുമ്പോ ഉമ്മാന്റെ മടിത്തൊട്ടിലെടുത്തിട്ട് മുലപ്പാല് കുടിച്ച പ്രായം കഴിഞ്ഞ് പറഞ്ഞാല് തിരിയുന്ന പ്രായമേത്തപ്പം നമ്മുടെയൊക്കെ ചെവിയിൽ കേട്ടത് സ്പൈഡർമാന്റെ കഥയല്ല, സൂപ്പർമാന്റെ കഥയല്ല, ഏതെങ്കിലും അതിഭാവുകത്വം നിറഞ്ഞ സീരിയലിന്റെ കഥയല്ല. പിന്നെ നമ്മുടെ ചെവിയിൽ നമ്മുടെ ഉമ്മമാര് പഴയകാലത്ത് നമ്മുടെ ചെവിയിൽ പറഞ്ഞു തന്ന സ്പൈഡർമാന്റെ കഥയല്ല. പിന്നെ നമ്മളോട് ചെവിയിൽ പറഞ്ഞു തന്ന കഥയടാ? വീരനാമലിയാരുടെ വീരകഥകൾ കേൾക്കണം, ശൂരനായി നീ വളരണം, ആരംഭ പുനനാരമേ. ലാ ഇലാഹ ഇല്ലല്ലാഹു അലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്ത് പറ്റിപ്പോയി മുസ്ലിം സമുദായമേ? ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കളെ ചെവിയിൽ പഠിപ്പിച്ചു തന്നത് ഈ പാട്ടുകളാണ്. പക്ഷേ ഇന്ന് നമ്മളത് ഉപയോഗിക്കുന്നത് എവിടെയാ? ഈ അടുത്ത സമയത്ത് യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടു. ഏതോ പള്ളിയിൽ ഏതോ ഇല്ലാത്ത ഏതോ മക്ബറയുടെ കഥ പറഞ്ഞിട്ട് അവിടുത്തെ ഉറൂസിനെ ഒന്ന് ആനകളെ എഴുന്നള്ളിക്കുകയാ. ആരാണ് ആനയും അമ്പാരിയും വാദ്യമേളവും ഈ സമുദായത്തിന് നൽകിയടാരാ? സുന്നത്ത് ജമാഅത്തും അതുമായിട്ടെന്ത് ബന്ധമാണുള്ളത്? ഇസ്ലാമുമായിട്ടെന്ത് ബന്ധമാണുള്ളത്? ആരുടെയൊക്കെയോ കഥ പറഞ്ഞ് കുറെ ചെറുപ്പക്കാർക്ക് മദ്യക്കുപ്പി പൊട്ടിക്കാനും ഗാനമേളയ്ക്ക് തിമിർത്താടാനും ഓരോ വാണിഭ നേർച്ചയുടെ കഥ പറഞ്ഞിട്ട് ആനകൾക്ക് നെറ്റിപ്പട്ടം കടത്തിയിട്ട് അന്യ സമുദായത്തിന് ആഘോഷങ്ങളെ വിലക്കെടുത്തിയിട്ട് അവര് വീടുനൂറും ആനയെ കൊണ്ടുപോവുകയാണ്. മുസ്ലിമീങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി ആനയെ നിർത്തുന്നു, അതിന്റെ മുകളിൽ പച്ചപ്പെട്ടെടുത്തു കൊടുക്കുന്നു. അതിന്റെ പുറകിൽ കുറെ ആളുകൾ വെള്ളത്തലപ്പാവ് കെട്ടിയവരുണ്ട്, കെട്ടാത്തവരുണ്ട്. വീട്ടിലെ പെണ്ണുങ്ങൾ വന്നിട്ട് ആരാധന പോലെ ആനയുടെ തുമ്പിക്കല്ലിൽ തൊട്ടുമുത്തിയിട്ട് അവരാനപ്പുറത്തേക്ക് കയറുകയാണ്. ആനയെ എഴുന്നള്ളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ തൗഹീദിന്റെ മന്ത്രം പറഞ്ഞു തന്ന ഔലിയാക്കളുടെ പേരിൽ ആഭാസകരമായ അനാവശ്യമായ അനാചാരങ്ങൾക്ക് പേക്കൂത്ത് കടത്തി ആനയെ കൊണ്ടുവന്ന് ആനയുടെ മുകളിൽ പച്ചപ്പെട്ടിട്ടിട്ട് ഇവര് വീടുകളിലോട്ട് ആനയിച്ചു കൊണ്ടുപോകുമ്പോ എന്നെ വല്ലാതെ രസിപ്പിച്ചത് അവിടെയാണ്. അവര് പാടുന്ന പാട്ടേടാന്നറിയോ? ഇസ്ലാമിന്റെ തൗഹീദിന്റെ കടക്കല് കത്തിവെച്ചിട്ട് ആന എഴുന്നള്ളിപ്പിക്കുമ്പോ ഇവര് പാടുന്ന പാട്ടേടാ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറയുന്ന വാക്കിന്റെ അർത്ഥം നിനക്കറിയോ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്
ഹസ്ബി റബ്ബി ജല്ലല്ലാ, ഹസ്ബി റബ്ബി, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി. മാഫി കൽബി ഗൈറുല്ലാ, എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാഹു അല്ലാത്തവരുടെ ചിന്തയില്ല എന്ന് പാട്ടുപാടിയിട്ട് ആണ് എഴുന്നള്ളിപ്പ് നടക്കുന്ന ഇസ്ലാമിന്റെ സംസ്കാരത്തെ ചാലിട്ട് തേക്കുന്ന, ചവിട്ടി തേപ്പിക്കുന്ന ഇസ്ലാമിന്റെ സംസ്കാരങ്ങളെ, ആരാധനകളിൽ വൈകൃതങ്ങള് കടത്തി കൂട്ടിയവരെ അല്ലാഹുവിന്റെ മുമ്പിൽ പൊറുക്കപ്പെടില്ല. പറയുന്നതിന് അർത്ഥം പോലും അറിയാതെ ആഭാസങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയകാല നന്മയുടെ പാഠങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു നടക്കണം. നമ്മുടെ വീടിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ ജലാലിയത്തിന്റെ ഇസ്മിനെ പഠിപ്പിച്ചു കൊടുക്കണം. ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ ശ്മശാനം പോലെ നിശബ്ദമാക്കി കളയരുത്, ശ്മശാനം പോലെ നിങ്ങൾ നിശബ്ദമാക്കി കളയരുത്. ഒരു കാലഘട്ടത്തിൽ സന്ധ്യ കഴിഞ്ഞാൽ യാസീൻ ഓതിയില്ലെങ്കിൽ ഉമ്മ ഭക്ഷണം തരാതിരുന്നൊരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ മക്കളെ തിരിച്ചു നടത്തിയാലല്ലാതെ 12 വയസ്സുകാരൻ അച്ഛനാകുന്ന ലോകത്ത്, 14 വയസ്സുകാരി അമ്മയാകുന്ന ലോകത്ത്, ലൈംഗികതയുടെ അതിപ്രസരത്തിലൂടെ മക്കൾ ബാലകാലങ്ങളിലെ വഴിതെറ്റുന്ന കാലത്ത് വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം, നമ്മുടെ മക്കളെ നമുക്ക് നല്ലവരായി തിരിച്ചു കിട്ടില്ലെന്ന് ഓരോ മാതാപിതാക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.